തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച് DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്ന് മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം അകലാനുള്ള സാധ്യതകൾ ശക്തമാകുന്നു എന്നാണ് സൂചന. സഖ്യത്തിലെ ഭാവി നിലപാടിനെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നതിനിടെയാണ് MDMKയുടെ 2 നിയമസഭാംഗങ്ങൾ രാജിവെച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെറ്റുകഴകത്തിൽ ചേരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രചരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലാണ് MDMK മത്സരിച്ചത്. അതിൽ 3 മണ്ഡലങ്ങളിൽ DMK ചിഹ്നം ഉപയോഗിച്ചാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. ഈ സാഹചര്യത്തിൽ മയിലാടുതുറൈ ജില്ലയിലെ സീർക്കാഴി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച R സെന്തിൽ സെൽവനും തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന TM രാജേന്ദ്രനും നിയമസഭാംഗ സ്ഥാനം രാജിവെച്ച് പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. MDMK അംഗങ്ങളാണെങ്കിലും DMK ചിഹ്നത്തിലാണ് ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിനാൽ നിയമസഭയിൽ DMK പാർട്ടി വിപ്പ് അനുസരിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അതിനാൽ MLA സ്ഥാനം രാജിവെക്കാതെ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് രാജിവെച്ച ശേഷമുള്ള പാർട്ടി മാറ്റം എന്ന സാധ്യത കൂടുതൽ ചർച്ചയാകാൻ കാരണമായിരിക്കുന്നത്. ഇതിനിടെ അടുത്തിടെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നടത്തിയ നന്ദി പ്രകടനത്തിനിടെയുണ്ടായ ഒരു രാഷ്ട്രീയ സംഭവം ശ്രദ്ധേയമായി. MDMK സ്ഥാപകനും മുതിർന്ന നേതാവുമായ വൈക്കോയുടെ മകനും നിലവിലെ ലോക്സഭാംഗവുമായ ദുരൈ വൈക്കോ വിജയിയെ നേരിട്ടെത്തി സ്വീകരിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. തിരുച്ചിറപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP-യായ ദുരൈ വൈക്കോ MDMK നിയമസഭാംഗങ്ങൾ രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഈ പരാമർശമാണ് MDMKയുടെ ഭാവി രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ശക്തി പകർന്നത്. അതേസമയം DMKയുമായുള്ള ബന്ധത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുവെന്ന സൂചന നൽകി MDMK ജനറൽ സെക്രട്ടറി വൈക്കോ വീണ്ടും രംഗത്തെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അവസരം ലഭിച്ചില്ലെന്നും DMK സമ്മർദ്ദം ചെലുത്തിയതിനാലാണ് അവരുടെ ചിഹ്നം ഉപയോഗിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇത് സഖ്യകക്ഷികൾക്കിടയിലെ അസംതൃപ്തി ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയും സംഘടനാതല റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിൽ DMK പാർട്ടി ഘടനയിൽ വലിയ അഴിച്ചുപണിക്ക് നേതൃത്വം ഒരുങ്ങുന്നതായും സൂചനകളുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സെക്രട്ടറിമാരുടെ ചുമതലകൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ 2 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഒരു ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ പുതിയ ഘടന രൂപീകരിക്കാനാണ് ആലോചന. ഇതോടെ ജില്ലാ സെക്രട്ടറിമാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിവരം. യുവജനങ്ങളെ കൂടുതൽ സജീവമായി പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനായി പ്രത്യേക യുവജന ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കുന്നതും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ജില്ലാ സെക്രട്ടറിമാരെ മാറ്റി നിർത്തി പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകാനും സാധ്യതയുണ്ട്. പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ, പ്രവർത്തകരുടെ പരാതികൾ, പ്രാദേശിക തലത്തിലുള്ള അസംതൃപ്തി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച ശേഷമാണ് ഈ പുനഃസംഘടനാ നടപടികളിലേക്ക് DMK കടക്കുന്നത്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ MDMKയുടെ ഭാവി നിലപാടും TVKയുടെ വളർച്ചയും DMKയുടെ സംഘടനാ പുനഃസംഘടനയും സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചാ വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിലെ സഖ്യരാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.